എന്തായാലും കടുത്ത മഴ പക്ഷേ ആവേശത്തിനെ തെല്ലും കുറയ്ക്കുന്നില്ല എന്നതാണ് ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കുട ചൂടിയും അല്ലാതെയും ഈ പതാകകൾ ഉയർത്തിയുമൊക്കെ തങ്ങളുടെ ആവേശം അത് കൃത്യമായി പ്രകടിപ്പിക്കുകയാണ്. സ്പീക്കറുകളൊക്കെ കേടാവാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. പക്ഷേ ശബ്ദത്തിന് കുറവില്ല. ആര്യയുടെ ഷോക്കിനൊപ്പം ഷാഫി പറമ്പിൽ, സണ്ണി ജോസഫ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞുകുട്ടിയെ തുകളിലേറ്റി ആവേശം പകർന്ന LDF പ്രവർത്തകർ. ഇങ്ങനെ ഈ കാഴ്ചകൾ തുടരുകയാണ്. എന്തായാലും സമയം ഇനി വളരെ കുറച്ച് മിനിറ്റുകളെ അവശേഷിക്കുന്നുള്ളൂ. 5:32 അത് കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ നിന്നും പുറത്തുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ സ്ഥലം വിട്ടു പോകണം. കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുകയും ചെയ്യും. 6 മണിയാകുമ്പോൾ എല്ലാം ഓഫ് ചെയ്ത് ശബ്ദ കോലാഹലങ്ങളൊക്കെ അവസാനിപ്പിക്കണം. പക്ഷേ നാളത്തെ ഒരു ദിവസമുണ്ട് പ്രതീക്ഷ വളരെ സമാധാനത്തോടെ അല്ലേ വീടുകളിലൊക്കെ വളരെ നിശബ്ദമായി പോയി വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലൊരു കണക്കുകൂട്ടലിന്റെ ഒരു ദിവസമാണ്. ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ഒരു ദിവസമുള്ളത് അവർക്ക് ചാഞ്ചാട്ടം ഇല്ലാതെ അവർക്ക് ഉള്ളിൽ നിശ്ചയിക്കണം. നാളെ ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആരായിരിക്കണം ഞങ്ങളുടെ നായകൻ. ഞങ്ങളുടെ ഇനി 5 വർഷമില്ല ഈ മണ്ഡലത്തിൽ. ഇനി കേവലം ഒരു 10 മാസം കഷ്ടിച്ച് മാത്രമേ ഉള്ളൂ. ആ 10 മാസത്തേക്ക് ഞങ്ങളുടെ ജനനായകൻ ആരാണ്, ഞങ്ങളുടെ MLA ആരാണ്, ജനപ്രതിനിധി ആരാണ് എന്ന് അവർക്ക് തീരുമാനിക്കാനുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഏകദേശം 7 പഞ്ചായത്തുകളാണുള്ളത്. അവിടെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ മുത്തേടമാണ് UDFിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അവർക്ക് സാധ്യതകൾ ഉണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച മണ്ഡലം പഞ്ചായത്ത്. ബാക്കിയുള്ള പഞ്ചായത്തുകളിലൊക്കെ 6 പഞ്ചായത്തിലും LDFിൻ്റെ മേൽക്കൈ ഉണ്ടായിട്ടുള്ള പഞ്ചായത്തുകളായിരുന്നു. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ സംബന്ധിച്ചോളം PV അൻവറാണ് 2021 LDFിന് വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ഇത്രയധികം വോട്ട് നേടിയത്. PV അൻവർ ഇന്ന് ഒരു അസാധാരണ രാഷ്ട്രീയ സാഹചര്യം നിലപാട് സ്വീകരിക്കുമ്പോൾ ആരാണ് ഇനി ആ വോട്ടുകൾ സമാഹരിക്കുക? അത് UDFിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. UDFിന് മേൽക്കൈ ഉള്ള മണ്ഡലമാണ്. അവിടെ എന്താണ് M സ്വരാജിനെ സംബന്ധിച്ചോളം CPMന്റെ പ്രധാനപ്പെട്ട നേതാവ്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, യുവ നേതാവാണ്. നേരത്തെ ഒരു തവണ MLA ആയ വ്യക്തിയാണ്. ഈ വ്യക്തിക്ക്, അതായത് CPMന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക്, CPM സ്ഥാനാർത്ഥിക്ക്, LDFിന്റെ സ്ഥാനാർത്ഥിക്ക് എന്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും എടുത്ത് ദിബീഷ് പറയേണ്ടത്. നോക്കൂ, ആ ചാണ്ടിയുമ്മൻ്റെ ആ ഒരു സ്റ്റെപ്പ് നോക്കണം. തുടക്കം മുതൽ ചാണ്ടിയുമ്മനാണ് വളരെ ആവേശം വിതറിക്കൊണ്ട് എത്രയോ ആളുകൾ ഒരുപാട് ചാനലുകൾ വന്ന് പറയുന്നുണ്ട് ഓരോ സ്റ്റെപ്പ് ഇടാൻ വേണ്ടി. അതായത് നമ്മുടെ മാതൃഭൂമിയുടെ നമ്മുടെ റിപ്പോർട്ടർ എന്ന് പറയുന്നുണ്ട് പുതിയൊരു സ്റ്റെപ്പ് ഇടാൻ. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും വരുന്ന ആരാധകർക്ക് അവർക്കൊപ്പം ആരെയും നിരാശപ്പെടുത്താത്ത ഒരു ചാണ്ടിയുമ്മൻ, ഉമ്മൻചാണ്ടിയുടെ ആ വിടവ്, ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവിടേക്ക് എത്തേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുൻനിരയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് മകനായിട്ടുള്ള ചാണ്ടിയുമ്മൻ ആ വിടവ് നികത്തുകയാണ്. ഏതായാലും ആവേശത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ എല്ലായിടത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിൽ നിന്നായി പ്രവർത്തകർ അങ്ങനെ സംഘങ്ങളായി ഇന്നത്തെ ഈ വൈകുന്നേരത്തെ കൊട്ടിക്കലാശം എത്രത്തോളം ഗംഭീരമാക്കാൻ പറ്റുമോ അത്രത്തോളം സംഭവങ്ങളൊക്കെ അതിനുവേണ്ടി ഒരുക്കി. ഇപ്പോൾ DJ ആകട്ടെ, അല്ലെങ്കിൽ മേളങ്ങളാകട്ടെ, മറ്റ് കളർഫുൾ പരിപാടികളാകട്ടെ, എല്ലാം ഇതിനു വേണ്ടി ഒരുക്കി. എല്ലാ മുന്നണികളും പരമാവധി കെങ്കേമമാക്കാൻ, മനോഹരമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞു. സമയം 5:35, 25 മിനിറ്റുകൾ കൂടി കൊട്ടിക്കലാശം അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. മറ്റന്നാളാണ് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 23-നാണ് ബാലറ്റ് അല്ലെങ്കിൽ പോളിംഗിൻ്റെ ഫലം, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ അറിയാനിരിക്കുന്നത്. വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അത്ഭുതങ്ങളൊന്നും ജയിച്ചു വരുന്ന ഒരു MLAയും ഒരു ജനപ്രതിനിധിയും നടത്താൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ പോരാട്ടങ്ങളാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്, പിണറായി വിജയൻ 3.0 ആണോ അതോ UDF തിരിച്ച് ഭരണത്തിലേക്ക് എത്തുമോ എന്നതിൻ്റെയൊക്കെ ചില സൂചനകൾ ഒരുപക്ഷെ നിലമ്പൂർ നൽകിയേക്കാം എന്നതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇത്രയേറെ ചർച്ചയും പ്രാധാന്യവും നേടുന്നത്. നമ്മുടെ പ്രതിനിധികളൊക്കെ തന്നെ തുടരുന്നുണ്ട്. ദിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം ഇനി 10 മാസം മാത്രമേ ഉള്ളൂ ഈ നിയമസഭാ കാലാവധി തീരാൻ വേണ്ടി. അവിടെയാണ് ഇപ്പോൾ ഒരു MLA തിരഞ്ഞെടുക്കാൻ വേണ്ടി നിലമ്പൂരിലെ ജനത ആവേശ കടൽ തീർത്തപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിക്ക് കീഴിൽ അണിനിരന്ന് ആവേശം കൊള്ളിക്കുന്നത് 3 മുന്നണികൾ LDFിന്റെയും UDFിന്റെയും NDAയുടെയും സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ആവേശ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, വർണ്ണക്കുടകൾ വിതറിക്കൊണ്ട്, വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ട്, ചുവട് വെച്ചുകൊണ്ട്, ചെണ്ടമേളത്തിന്റെ ഒക്കെ തന്നെ അകമ്പടിയോടുകൂടി തന്നെ മുദ്രാവാക്യം വിളികളുമായി കുഞ്ഞു കുട്ടികൾ മുതൽ അങ്ങനെ പ്രായമായ ആളുകൾ, യുവനിരയാണ് ഏറ്റവും കൂടുതൽ മണ്ഡലത്തിൽ ഇപ്പോൾ ആ സംഗമ ഭൂമിയിൽ, കൊട്ടിക്കലാശത്തിന്റെ സംഗമ ഭൂമിയിൽ എത്തി നിൽക്കുന്നത്.
ആവേശം വാനോളം പരകോടിയോളം 10 മടങ്ങോളം വർദ്ധിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് 23 ദിവസം നമ്മളുടെ കേരള രാഷ്ട്രീയത്തിന്റെ ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ നമ്മെ ശ്രദ്ധാകേന്ദ്രമാക്കിയ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ, നിശബ്ദ പ്രചാരണത്തിന്റെ തലേ ദിവസം ഇനി കേവലം അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. അരമണിക്കൂർ കഷ്ടിച്ചില്ല. അവിടെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആവേശം വിതറിക്കൊണ്ട് എല്ലാവരും, ആ യുവജനങ്ങളും വനിതകളും ഒക്കെ തന്നെ ആവേശം വിതറിക്കൊണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ ഇപ്പോൾ നമ്മൾ ഒരു സ്ക്രീനിൽ കാണുന്നത് ഷൗക്കത്ത് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി, ലീഗ് നേതാക്കൾക്കൊപ്പം കോൺഗ്രസിന്റെ നേതാക്കൾക്കൊപ്പം